കാസർഗോഡ് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ ഒരു മൈം അവതരിപ്പിച്ചു അവരുടെ സ്കൂൾ കലോത്സവത്തിൽ. അതായത് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന ഇസ്രായേലി സൈനിക നടപടിയെ പരാമർശിക്കുന്നതായിരുന്നു ആ ഒരു മൈം. ആ മൈം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കൂളിലെ സംഘപരിവാർ അനുകൂലികളായ രണ്ട് അധ്യാപകർ കർട്ടൻ താഴ്ത്തുകയും കലോത്സവം തന്നെ നിർത്തിവെക്കുകയും ചെയ്തു. ഇതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കം ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കലോത്സവം വീണ്ടും നടത്തുമെന്നും കുട്ടികൾക്ക് പരിപാടി അവതരിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായി. സത്യത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂൾ കലോത്സവങ്ങളിൽ ഇത്തരം കലാപരിപാടികൾ നടത്താൻ എന്തെങ്കിലും അവകാശങ്ങളുണ്ടോ? ഇങ്ങനെ നടത്തിയാൽ തന്നെ അത് ക്യാൻസൽ ചെയ്യുകയാണോ വേണ്ടത്? ആ കലോത്സവം തന്നെ പരിപാടി നിർത്തിവെക്കുകയാണോ വേണ്ടത്? ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്, സ്കൂൾ കലോത്സവങ്ങൾ മൈം എന്നുള്ള ഒരു മത്സര ഇനമുണ്ട്. ആ മൈമിന് ഒരു നിയമമുണ്ട്. ആ മൈമിൻ്റെ നിയമം അനുസരിച്ചിട്ടാണോ ഈ നടത്തിയ മൈം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സ്കൂൾ കലോത്സവങ്ങളുടെ ഏതൊരു പരിപാടിയാണെങ്കിലും അധ്യാപകർ സ്ക്രീനിങ് നടത്തും. ആ സ്ക്രീനിങ് നടത്തിയിട്ട് നിയമപരമായിട്ട് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ് കലോത്സവ പരിപാടികൾക്ക് എത്താറ്. ഇവിടെ ഇത്തരത്തിൽ സ്ക്രീനിങ് നടത്തിയപ്പോൾ ഈ ഒരു പരിപാടി കലോത്സവത്തിൻ്റെ മാനുവലിന് നിരക്കാത്തതാണെങ്കിൽ എന്തുകൊണ്ടാണ് അധ്യാപകർ തടയാതിരുന്നത്? അപ്പോൾ സ്കൂളിലെ കുട്ടികൾ ഈ പരിപാടി അവതരിപ്പിച്ചത് തടഞ്ഞൊരു നടപടി ശരിയാണോ എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്കൂൾ കലാപരിപാടികളുടെ മാനുവൽ അനുസരിച്ച് ഒരു ഒപ്പന മത്സരം നടക്കാൻ വിചാരിച്ചോ? ഒപ്പനയിലെ മണവാട്ടി ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ണട ഇട്ടാൽ അതിന് മത്സരത്തിൽ അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പലപ്പോഴും വട്ടപ്പാട്ട് മത്സരങ്ങളിൽ ആൺകുട്ടികൾ കണ്ണട വെച്ച് സ്കൂളുകളൊക്കെ വരുന്നത് കാണാം. കണ്ണട വെക്കുന്ന മത്സരങ്ങളൊന്നും മത്സരങ്ങളായിട്ട് സ്കൂൾ മാനുവലിൽ അഭിപ്രായങ്ങളില്ലാത്തത് കൊണ്ട് അംഗീകരിക്കാറില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കുട്ടികളെ തിരുത്തുന്നതിന് പകരം ആ പരിപാടി തന്നെ നിർത്തലാക്കി, കലോത്സവം നിർത്തലാക്കി. അതാണ് സത്യത്തിൽ ഏറ്റവും വിമർശന വിധേയമായത്. അതോടൊപ്പം ഈ കുട്ടികൾക്ക് അറിയാമായിരുന്നു ഇതൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ അവർ കർട്ടൻ താഴ്ത്തിയപ്പോഴും കർട്ടൻ്റെ പുറത്തു വന്ന് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ആ കുട്ടികൾ മിടുക്കന്മാരാണ്, മുഖത്തിൻ്റെ സ്പന്ദനം അറിയുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് തെരുവിൽ അവരെ പ്രതിഷേധം അറിയിക്കട്ടെ. പക്ഷേ സ്കൂൾ മാനുവലിലെ പരിപാടി നടക്കുമ്പോൾ കലോത്സവങ്ങളുടെ മാനുവൽ എങ്ങനെയാണോ അതുപ്രകാരം നടക്കാണ് വേണ്ടത്. പരമാവധി രാഷ്ട്രീയപരമായ വിവാദങ്ങളും വിയോജിപ്പുകളും പ്രതിഷേധങ്ങളും കലാപരിപാടികളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നാളെ ഒരു കൂട്ടർ RSSൻ്റെ ഗണഗീതം അവതരിപ്പിച്ചാലും അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഇതുപോലെ മത്സരങ്ങളാക്കിയാലും വിവാദങ്ങളാവും. കുട്ടികൾ പഠിക്കട്ടെ, കലയുടെ വഴിക്ക് നീങ്ങട്ടെ, പ്രതിഷേധങ്ങൾ മറ്റൊരു വഴിക്ക് വരട്ടെ. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് സ്കൂൾ കലോത്സവങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കലാണ് അഭികാമ്യം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം.